ഹലോ, ഇന്ന് നമ്മൾ ഓപ്പൺ ചുരിദാറും പലാസോ പാൻറ്റുമാണ് ചെയ്യുന്നത്. ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും മാത്രമേ കാണിക്കുന്നുള്ളൂ, പാൻറ്റ് ഇതിൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ടോപ്പിൻ്റെ ക്ലോത്ത്, ഇത് പാൻറ്റിൻ്റെ ക്ലോത്താണ് വരുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ലൈനിങ് ബേസിലാണ് മാർക്ക് ചെയ്യുന്നത്. ലൈനിങ് ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുക. അപ്പോൾ 4 കിട്ടും. ഇതുപോലെ നമ്മൾ വെച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മാർക്കിങ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 4 ഇതേപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ 1/2 ഇഞ്ച് ഇതേപോലെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ താഴ് ഭാഗത്തേക്കാണ് നമ്മൾ എല്ലാ അളവുകളും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഷോൾഡറിൻ്റെ അളവാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡർ 16.5 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ നേർ പകുതി 8.25 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നെക്ക് വിഡ്ത്ത് ഞാനിതിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ആം ഹോള് മാർക്ക് ചെയ്യുക. ആം ഹോള് മാർക്ക് ചെയ്യുന്ന സമയത്ത് എത്രയാണോ നമ്മുടെ ആം ഹോള് അതിൻ്റെ നേരെ പകുതി മാർക്ക് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ആം ഹോൾ എടുക്കുന്ന സമയത്ത് ടൈറ്റായിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. അങ്ങനെയാണെങ്കിലാണ് പകുതി മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരിക. ഇനി അതല്ല, നമ്മൾ കൈക്കുഴി അളവെടുക്കാതെ നമുക്ക് മാർക്ക് ചെയ്യുക. അതിന് നമ്മുടെ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ ആ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്യുക. അതായത് 4/1 എത്രയാണോ കിട്ടുന്നത് ആ അളവിൽ നിന്ന് 1 ഇഞ്ച് കുറയ്ക്കുക. തടിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ 1.5-2 ഇഞ്ച് വരെ കുറച്ച് കൊടുക്കുക. അപ്പോൾ കിട്ടുന്ന അളവ് നമ്മുടെ ആം ഹോളായിരിക്കും കേട്ടോ. ഇനി ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ചെസ്റ്റ് റൗണ്ട് 37 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ 4/1 ആണ് മാർക്ക് ചെയ്യുന്നത്. 4/1 എന്ന് പറയുമ്പോൾ 9.1 ആണ് വരുന്നത്. നമ്മൾ തയ്യൽ തുമ്പിന് പുറമെ നോർമലായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലൂസിന് വേണ്ടിയിട്ട് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ 1/4 പകരം 1 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 9.25 1 ഇഞ്ച് കൂടെ ആഡ് ചെയ്തിട്ട് 10.25 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. പിന്നെ തയ്യൽ തുമ്പ് നമ്മൾ 1 ഇഞ്ച് കൂടെ ആഡ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഷേപ്പ് ലെങ്ത്ത്, പിന്നെ വേസ്റ്റ് ലെങ്ത്ത്, പിന്നെ അതേപോലെ നമ്മൾ സ്ലിറ്റ് വരുന്ന ലെങ്ത്ത്. വേസ്റ്റ് ലെങ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ വയറിൻ്റെ ആ ഒരു ഭാഗമാണ്. ഷേപ്പ് ലെങ്ത്ത് നമ്മുടെ ചെസ്റ്റിൻ്റെയും വയറിൻ്റെയും ഇടയിൽ ഷേപ്പ് വരുന്ന ആ ഒരു ഭാഗം വരെയുള്ള ലെങ്ത്താണ് വരുന്നത് കേട്ടോ. സ്ലിറ്റ് പിന്നെ നമുക്ക് എവിടെയാണോ ഓപ്പൺ വേണ്ടത് ആ ഒരു ഭാഗം. ഇത്രയും ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഷേപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുത്ത് നിന്ന് ഷേപ്പ് റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്യുക. ഈ റൗണ്ടുകളൊക്കെ തന്നെ നമ്മൾ 4/1 മാർക്ക് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ 1 ഇഞ്ച് ലൂസിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ അളവുകളും നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ ഹിപ്പ് റൗണ്ട് ആണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് വേസ്റ്റ്, ഇത് ഷേപ്പ്. ഇനി ഇതിൻ്റെയൊക്കെ സൈഡ് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ജോയിൻ ചെയ്യുന്ന ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് വരേണ്ടത്. ഇതിൻ്റെ പുറത്തുള്ള ലൈനിലൂടെ ആണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമ്മൾ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടില്ലേ, ആ ഒരു ഭാഗത്തുനിന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ എനിക്ക് വേണ്ട ഫുൾ ലെങ്ത്തിൻ്റെ കുറച്ച് 1 ഇഞ്ച് കുറവാണ് ക്ലോത്ത്. അപ്പോൾ ഈ തുണി എത്രയാണോ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളിവിടെ ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലേ, ഈ സെയിം റൗണ്ട് എത്രയാണോ അളവ് ആ സെയിം അളവ് നമ്മൾ ഇതേപോലെ താഴ് ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ മാർക്ക് ചെയ്യുക. നമ്മൾ ഓപ്പണിൻ്റെ ഭാഗം മടക്കി അടിക്കാനുള്ള തയ്യൽ തുമ്പ്. എന്നിട്ട് ഇതേപോലൊരു സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ഈ 2 പോയിന്റ് തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ താഴ് ഭാഗത്തു നിന്ന് ഒരു 1/4 ഇഞ്ച് ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. താഴ് ഭാഗത്തെ ഷേപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഷേപ്പ് വേണോ അതിനനുസരിച്ച് 1 ഇഞ്ച് 1/2 ഇഞ്ചൊക്കെ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ 1/4 ഇഞ്ചാണ് കൊടുക്കുന്നത്. തയ്യൽ തുമ്പ് അടക്കമുള്ള അളവാട്ടോ ഇത്. ഇനി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള കൈക്കുഴിയില്ലേ, അതിൻ്റെ കോണിൽ നിന്ന് 1 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലത്തെ ഒരു ഫ്രഞ്ച് കർവോ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ഹാൻഡായിട്ടോ വരയ്ക്കുക. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം നമ്മുടെ ഷോൾഡറില്ലേ, ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻറ്റും അതേപോലെ ഷോൾഡറിൻ്റെ ഈ 1/2 ഇഞ്ച് താഴ്ത്തിയ പോയിൻറ്റും തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതാ ഇതേപോലെ. പിന്നെ നമ്മുടെ നെക്ക് നമ്മൾ നേരത്തെ തയ്യൽ തുമ്പ് ഇല്ലാതെ ആയിരുന്നു മാർക്ക് ചെയ്തത് കേട്ടോ. ആ തയ്യൽ തുമ്പാണ് ഇപ്പുറത്ത് വരുന്നത്. തയ്യൽ തുമ്പിലേക്ക് വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഇനി ഈ പോയിൻറ്റും ഇതേപോലത്തെ താഴത്തെ ഈ പോയിൻറ്റും ഇല്ലേ, ഈ 2 പോയിൻറ്റിൻ്റെയും കറക്റ്റ് സെൻറ്റർ കണ്ടുപിടിക്കുക. ആ സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടുന്ന് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഇഞ്ച് മതിയാകും, വലിയവർക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ ആ മാർക്ക് ചെയ്ത ശേഷം നമ്മൾ ആ പോയിൻ്റ്, നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്ന് ആ പോയിൻറ്റിലേക്ക് ചേർത്തിട്ട് നമ്മൾ ഫസ്റ്റ് ബാക്കിലെ കൈക്കുഴി മാർക്ക് ചെയ്തില്ലേ, അതിലേക്ക് ഇങ്ങനെ ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് ആം ഹോള് കുഴിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഫസ്റ്റ് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു തയ്യൽ തുമ്പ് ഷോൾഡറിൻ്റെ ചെരിവിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ 1/2 ഇഞ്ച് തന്നെ ഷോൾഡറിൻ്റെ ചെരിവിനനുസരിച്ചിട്ട് നമ്മൾ ചെരിച്ചെടുക്കുക. അപ്പോൾ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. ഫസ്റ്റ് ഒരു നോച്ച് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഷോൾഡറിൻ്റെ നമ്മൾ ലാസ്റ്റ് മാർക്ക് ചെയ്ത തയ്യൽ തുമ്പില്ലേ, അതിലൂടെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ കൈക്കുഴിക്ക് തയ്യൽ തുമ്പ് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ അത് കണക്കാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്ത ശേഷം വേണേൽ അങ്ങനെയും കട്ട് ചെയ്യുക. പക്ഷെ മാർക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് മാർക്ക് ചെയ്യാതെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ കുറച്ച് ഇപ്പുറത്തൂടെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ബോഡി പാർട്ട് നമ്മൾ പുറത്തെ മാർക്കിംഗ് ഇല്ലേ, അതാണ് തയ്യൽ തുമ്പ്, അതിലൂടെ കട്ട് ചെയ്തെടുക്കുക ഫുള്ളായിട്ട്. ഇനി ഷോൾഡറിൻ്റെ അവിടെ ഫോൾഡിങ് വരുന്നൊരു പോർഷൻ ഇല്ലേ, അതൊന്ന് ഇതേപോലെ കട്ട് ചെയ്ത് 2 എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ബാക്ക് പീസ് നമ്മൾ ഇതേപോലെ മാറ്റി വെക്കുക കേട്ടോ. ശേഷം ഫ്രണ്ട് പീസ് ഇതേപോലെ ശരിയാക്കി വെച്ചിട്ട് നമ്മളെ ഫ്രണ്ടിലെ കൈക്കുഴി നമ്മൾ ഷേപ്പ് ചെയ്തതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ നെക്ക് ക്യാൻവാസ് അല്ലാതെ ഇതിൽ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ നെക്കും ഈ ഒരു ടൈമിന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ഫുൾ ലെങ്ത് ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ സാധാരണ ഈ ക്ലോത്തിന് ഇത്ര ലെങ്ത്ത് ഉണ്ടാവാറില്ല, പക്ഷേ ഇതിന് കുറച്ച് ലെങ്ത്ത് അധികമുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ഒരു ലെങ്ത്തും അതിലേക്ക് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് നമുക്ക് ഫോൾഡ് ചെയ്യാം. അപ്പോൾ ബാക്കി തുണി നമുക്ക് വേസ്റ്റ് ആവില്ല. ഇത് 2 മടക്കിയിട്ടുണ്ട്. ഈ 4 മടക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ലൈനിങ് വെച്ചിട്ട് ഇതിൻ്റെ വീതി ഒന്ന് നോക്കാം കേട്ടോ. ലൈനിങ്ങിൻ്റെ അടിവശമാണ് വെച്ചത്, അപ്പോൾ ആ വീതിക്ക് മടക്കി വെക്കുക. അപ്പോൾ ആ ഒരു ഭാഗവും ക്ലോത്ത് വേസ്റ്റ് ആവാതെ കിട്ടും. നമ്മുടെ ലൈനിങ് പീസിൻ്റെ ബാക്ക് പോർഷൻ ഇല്ലേ, ആ ബാക്ക് പോർഷൻ ഇതേപോലെ മെയിൻ ക്ലോത്തിൽ വെച്ച് കൊടുക്കുക. ഫ്രണ്ട് പോർഷൻ അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് എത്രയാണോ ഫുൾ ലെങ്ത്ത് വേണ്ടത് ആ ഒരു ഫുൾ ലെങ്ത്ത് നമ്മൾ മെയിൻ ക്ലോത്തിൽ മാർക്ക് ചെയ്യുക. കാരണം ലൈനിങ് നമ്മൾ ഫുൾ ലെങ്ത്തിലല്ലല്ലോ എടുക്കുക. പിന്നെ ഇപ്പോൾ ലൈനിങ് കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഞാൻ മാർക്ക് ചെയ്തത് നിങ്ങൾ കാണുന്നില്ലെങ്കിലും കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇത്ര ഒരു വ്യത്യാസത്തിലാണിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലൈനിങ്ങിന് കൊടുത്തിട്ടുള്ള ആ ഒരു ഷേപ്പ് ഈ മെയിൻ ക്ലോത്തിലും കൊടുക്കണം കേട്ടോ, അത് വിട്ടുപോകാൻ പാടില്ല. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ ലൈനിങ്ങിൽ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ബാക്ക് പീസ് മാറ്റിയെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ ബാലൻസ് ഉള്ള പീസ് ഇതേപോലെ ഞാൻ 4 ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ ആം ഹോളിൻ്റെ വണ്ണവും അതിലേക്ക് 1 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് കിട്ടുമെന്ന് നോക്കുക വീതി. അപ്പോൾ വീതി കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ ലെങ്ത്തും അതിലേക്ക് കുറച്ച് തയ്യൽ തുമ്പിന് വേണ്ടതുകൂടെ ആഡ് ചെയ്തിട്ട് ഈ ക്ലോത്തിനെ ഇങ്ങനെ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം ഇത് കുറച്ചൊരു വളവൊക്കെ ഇല്ലേ, അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ 2 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പീസിൽ നിന്ന് നമ്മൾ ഇതേപോലത്തെ ഒരു 2 പീസ് കൂടെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഓരോ സ്ലീവിനും ജോയിൻ ചെയ്ത് കൊടുക്കാനാണ് സൈഡിലേക്ക്. സ്ലീവിൻ്റെ സെൻറ്ററിലൂടെ ജോയിൻ ചെയ്യുന്നതിന് പകരം ഒരു സൈഡിലേക്കാണ് ഇതിൻ്റെ ജോയിനിങ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അതിനുള്ളത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പീസ് ഒരു വലിയ പീസ്, അതേപോലെ മറ്റേ സ്ലീവും ഒരു ചെറിയ പീസും വലിയ പീസുമായിട്ട് വരുന്ന രീതിയിൽ ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ 2 സ്ലീവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ 2 പീസും ചേർത്ത് വെച്ചിട്ട് നമുക്ക് 4 ഫോൾഡ് ചെയ്യാം.
ടോട്ടൽ 4 ഫോൾഡാണ് വരേണ്ടത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ താഴേക്ക് നമുക്ക് എത്രയാണോ സ്ലീവിന് ലെങ്ത്ത് വേണ്ടത് അതിലേക്ക് തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്ത് ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ പേപ്പറിലാണ് കാണിച്ചിരുന്നത്. കാരണം ആ ക്ലോത്തിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ. അവൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലോത്ത് ഇതേപോലെ 4ആയിട്ട് മടക്കിയ ശേഷമുള്ള അളവാണ് ഞാൻ കാണിക്കുന്നത്. പക്ഷേ ഈ പേപ്പർ ഞാനിപ്പോൾ 2ആയിട്ടേ മടക്കുന്നുള്ളൂ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. പേപ്പറിൽ ഞാനിപ്പോൾ സെൻറ്റിമീറ്ററാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇഞ്ചായിട്ട് തന്നെ മാർക്ക് ചെയ്യുക കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുള്ള ക്ലോത്തിൽ 1/2 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ മാർക്കിങ് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മുടെ തയ്യൽ തുമ്പിനുള്ള മാർക്കിങ് കേട്ടോ അത്. അതിൻ്റെ താഴേക്കാണ് നമ്മൾ ബാക്കിയുള്ള അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൈക്കുഴി എത്രയാണോ എടുത്തത് ആ ഒരു കൈക്കുഴിൻ്റെ അളവാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ 8.25 എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു അളവ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്ത് മാർക്ക് ചെയ്യുക. ഇനി തായ് ഭാഗത്തേക്ക് എത്രയാണോ ചെസ്റ്റ് റൗണ്ട് അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസറാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ കൈ കുഴിക്കാൻ വേണ്ടിയിട്ട് 3.25 1 പോയിൻറ്റുമാണ് നമുക്ക് കിട്ടിയത്. ആ ഒരു അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് മാർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഫോൾഡിങ് വരുന്ന പോർഷനില്ലേ ഇവിടെ നിന്ന് 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻറ്റിൽ നിന്ന് നമ്മൾ നേരത്തെ താഴ്ത്തി മാർക്ക് ചെയ്തില്ലേ ഇവിടേക്ക് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മുടെ കൈക്കുഴിയുടെ ഷേപ്പ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ മുകളിൽ കൊടുത്ത ഈ തയ്യൽ തുമ്പില്ലേ ഇതാട്ടോ താഴേക്ക് അവിടേക്ക് പുറത്തേക്ക് വരച്ചത്. അപ്പോൾ ഇനി നമ്മൾ ഈ ലൈനില്ലേ ഈ ലൈനിൻ്റെ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യുക. ഇനി അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. അതേപോലെ ഈ 2 പോയിൻറ്റുകളുടെ സെൻറ്റർ മാർക്ക് ചെയ്യുക. ശേഷം നമ്മൾ ഇതൊന്ന് മുകളിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ 2 വരയും താഴത്തെ വര മാത്രം 1/4 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഈ ഫസ്റ്റിലെ വരയിൽ നിന്ന് 2ാമത്തെ വരയുടെ താഴ് ഭാഗത്തേക്ക് മാർക്ക് ചെയ്യുക. ശേഷം അവിടെ നിന്ന് 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിലേക്ക് മുട്ടിക്കുക. ഈ പോയിന്റിനെ ഇതേപോലെ നമ്മുടെ ഫസ്റ്റിലെ മേൾഭാഗത്തേക്ക് മുട്ടിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് ഭാഗം ഷേപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ശേഷം നമ്മുടെ സ്ലീവിൻ്റെ ഫുൾ ലെങ്ത് എത്രയാണോ അത് മാർക്ക് ചെയ്യുക. അതിലേക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യുക. ശേഷം ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഈ 2 വരയൊന്ന് വരച്ചു കൊടുക്കുക. ശേഷം നമ്മുടെ കൈവണ്ണം എത്രയാണെന്ന് നോക്കുക. അതായത് കൈയുടെ ലെങ്ത്തിൻ്റെ അവിടെ നിന്ന് വരുന്ന വണ്ണം അത് 11 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം മസിൽ ലെങ്ത്ത് നോക്കുക. അവിടുന്ന് മസിൽ റൗണ്ട് നോക്കുക. അപ്പോൾ നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് തയ്യൽ തുമ്പോടെ ആഡ് ചെയ്ത് മാർക്ക് ചെയ്യുക. അത് നമ്മൾ മാർക്ക് ചെയ്ത വരനേക്കാളും പുറത്താണോ എന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പുറത്താണെങ്കിൽ അതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് വരച്ചു കൊടുക്കണം. കാരണം ചില ആൾക്കാരെ കൈക്ക് ഓവർ തടി ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ആൾക്കാർക്ക്. അധികം തടിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ അത് പ്രശ്നമല്ല. ഇനിതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ 2 പോയിൻ്റ് തമ്മിൽ ജോയിൻ ചെയ്യുക. അതേപോലെ നമ്മൾ തയ്യൽ തുമ്പായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള 2 പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഈ തായ് ഭാഗത്തേക്ക് ഇതാ നിങ്ങൾ കണ്ടോ ഈ കൈയിൻ്റെ ഇവിടേക്ക് കുറച്ച് ലെങ്ത്ത് കുറവുണ്ടാവും. ഇവിടെ ഉള്ള ലെങ്ത്ത് ഇവിടേക്ക് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ തായ് ഭാഗമല്ലേ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് ഒന്ന് നോക്കുക. അതിൻ്റെ കറക്റ്റ് സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്യുക. ആ സെൻറ്റർ പോർഷനിൽ നിന്ന് ഇതാ ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള അകലം 1/4 ഇഞ്ചാട്ടോ. ആ ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ചെയ്താൽ ആ ഒരു പ്രശ്നം ഒഴിവായി കിട്ടും. ഇനി ഇതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഈ നമ്മുടെ തയ്യൽ തുമ്പ് വരുന്ന ഈ ഒരു പോർഷനില്ലേ ആ പോർഷന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഉള്ളിലേക്ക് ബാക്കോട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇതേപോലെ ഒരു കോണായിട്ട് വരും. അങ്ങനെ വരുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനം തായ് ഭാഗത്ത് തയ്യൽ തുമ്പ് കയ്യിലേക്ക് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടോ ഈ തുണി ഇവിടേക്ക് എത്താതെ വരും. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്താൽ ആ ഒരു പ്രശ്നവും നമുക്ക് സോൾവ് ചെയ്ത് കിട്ടും. ഇനി ഈ സ്ലീവിൻ്റെ മുകളിലെ പോർഷന് കട്ട് ചെയ്യുക. അത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് തയ്യൽ തുമ്പ് ഇതേപോലെ വരച്ച് മാർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യുക. അതല്ലെങ്കിൽ മാർക്ക് ചെയ്യാതെ തന്നെ തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ട് കട്ട് ചെയ്താൽ മതി.
ആദ്യം ബാക്ക് പോർഷൻ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ നിവർത്തി വെച്ചിട്ട് വേണം നമ്മൾ ഫ്രണ്ടിൽ ആ ഒരു കുഴിവ് കട്ട് ചെയ്യാൻ. അത് കട്ട് ചെയ്യുന്ന സമയത്ത് ആ കുഴിവിന് നമ്മൾ എന്ത് ചെയ്യണം, തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മെയിൻ ക്ലോത്തിൽ ചെയ്യുന്ന സമയത്ത് 2 ക്ലോത്തും ചേർത്ത് വെച്ചിട്ട് ചെയ്യണം. ഇതുണ്ടോ, ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ടാണ് ഈ ഒരു ക്ലോത്തിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ബാക്ക് പീസിൻ്റെ അളവിന് കട്ട് ചെയ്തതാണ്. ഇനി ഇതേപോലെ 2 പീസ് ഒരുമിച്ച് വെച്ചിട്ട് നിവർത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്ലീവില്ലേ ഫ്രണ്ട് പോർഷന്, ആ ഫ്രണ്ട് പോർഷൻ നമ്മൾ കുഴിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ 2 സ്ലീവും ഒരേപോലെ വരും. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നെക്കിൻ്റെ കട്ടിങ് കൂടെ ഒന്ന് നോക്കാം കേട്ടോ. നെക്കിന് ഇതേപോലെ നമ്മൾ 1/2 ഇഞ്ച് ഫസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നേരിട്ട് ബോഡീനെ അളന്നിട്ട് മാർക്ക് ചെയ്യുക, അതല്ലെങ്കിൽ 1/12 ഓഫ് ചെസ്റ്റ് റൗണ്ട് ചെയ്താലും മതി. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അത് ഇതേപോലെ 2 സൈഡിൽ മാർക്ക് ചെയ്തിട്ട് ഒരു സ്ക്വയർ വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ സ്ക്വയറിൽ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഷേപ്പ് ചെയ്യുക, അല്ലാതെ ഫ്രീ ഹാൻഡ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതേപോലെ ഷേപ്പ് ചെയ്തില്ലേ, ഈ ഷേപ്പിൻ്റെ ചുറ്റും 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിൻറ്റുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ ഒരു ഷേപ്പ് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പുറത്തൂടെ കട്ട് ചെയ്യുക. ശേഷം ഇതേപോലെ ഒരു നോച്ച് ഇട്ട് കൊടുക്കുക സെൻറ്റർ പോർഷനിൽ. എന്നിട്ട് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഈ 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതിൻ്റെ ഈ ഉള്ളിലൂടെയുള്ള ഭാഗമില്ലേ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇത് നിവർത്തുമ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക് വരുന്നത് കേട്ടോ. മുകളിൽ ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ എന്തിനാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ നെക്ക് തയ്ക്കുന്ന സമയത്ത് അത് വിടർന്നു പോകാതിരിക്കാനാണ് കേട്ടോ. ഇതേപോലെ തന്നെ ബാക്ക് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതേ സെയിം മെത്തേഡിൽ അതിൻ്റെ ലെങ്ത്ത് വെച്ച് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗത്ത് കണ്ടോ ഒരു ഗ്ലേസിങ് വരുന്ന പോർഷൻ ഉണ്ട്. ഈ ഭാഗം ക്ലോത്തിലേക്ക് വെച്ചിട്ട് വേണം നമ്മളിത് ഒട്ടിച്ചെടുക്കാൻ. അപ്പോൾ നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ബാക്കി വരുന്ന ലൈനിങ് പീസിൽ ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പീസും അതേപോലെ ബാക്ക് പീസും നമ്മൾ ഇതേപോലെ അയൺ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റത്തൂടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഷേപ്പ് വരുന്ന പോർഷനില്ലേ ആ പോർഷന് നമ്മൾ അതിൻ്റെ ആ സെയിം ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു നല്ലൊരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ്. അപ്പോൾ സ്റ്റിച്ചിങ് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.